ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവ്വ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. നമുക്ക് ഒരു കൊച്ചു കൃഷ്ണസ്തുതി ചൊല്ലാം. ഞാൻ ഇതിലൊക്കെ വരുന്നത് കേട്ട് പഠിച്ച അച്ഛൻ പണ്ട് പാടി കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു അതിൻ്റെ അക്ഷരങ്ങളൊക്കെ. അപ്പോൾ കാണാം അത് ഈ മൊബൈലിൽ തന്നെ എനിക്ക് ആ കുട്ടികൾ പാടുന്നത് എനിക്ക് കിട്ടി, അങ്ങനെ എഴുതിയെടുത്തതാണ്. അതിൻ്റെ ഒന്ന് രണ്ട് വരികൾ എനിക്ക് അറിയാമായിരുന്നു, കുട്ടിനാളിൽ കേട്ടതാ, അച്ഛൻ പാടുന്നതായിരുന്നു. അതിങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് അത്രമാത്രം സന്തോഷത്തില്ല. അത് ഞാൻ മുമ്പ് ഇതിനകത്ത് പാടുന്നുണ്ട്. കൃഷ്ണ മുകുന്ദ മുരാരേ, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ, കരുണാസാഗര കമലനായക, കരുണാസാഗര കമലനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ, കാളിയമർദന കംസനിഷൂദന, കാളിയമർദന കംസനിഷൂദന, കമലാദള നയന ഗോപാല, കമലാദള നയന ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ, കരുണാസാഗര കമലനായക, കരുണാസാഗര കമലനായക, കനകാംബരധാരി ഗോപാല, കനകാംബരധാരി ഗോപാല, കൃഷ്ണ മുകുന്ദ മുരാരേ, ജയ കൃഷ്ണ മുകുന്ദ മുരാരേ. നമ്മൾ പുരഞ്ജനോപാഖ്യാനമാണ് വായിച്ചത്. പുരഞ്ജനോപാഖ്യാനം എന്നുള്ള ഇതിഹാസമാകുന്നൊരു കഥ. ഇവിടെ ബർഹസിന് നാരദ മഹാമുനി ബർഹസിൻ്റെ പുരിയിൽ ചെന്ന് ഭഗവാന്റെ ഓരോരോ തത്വോപദേശങ്ങളെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ആവേശമുണ്ടായി. അങ്ങനെ നാരദ മഹാമുനി ഈ ഒരു കാര്യം, ഈ പുരഞ്ജനൻ്റെ ഉപാഖ്യാനം അത് പറഞ്ഞു കൊടുത്തു. നമുക്കതൊന്നും മനസ്സിലായില്ല, വായിച്ചതിൻ്റെ നമ്മുടെ ശരീരത്തെ പറ്റിയുള്ളതാണെന്നറിയാം. അങ്ങനെ അത് ഇപ്പം പ്രചേതാക്കളുടെ പിതാവാണ്, ഈ 10 മക്കളുള്ള പ്രചേതാക്കളുടെ പിതാവാണ് ബർഹസ്. ഈ ബർഹസിനാണ് ഈ പുരഞ്ജനോപാഖ്യാനം നാരദ മഹാമുനി കൊടുത്തത്. അപ്പോൾ പുരഞ്ജന ചരിത്രം ഇനി ഒന്നും കൂടെ അതിൽ നിന്ന് വായിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതൊന്നും ഈ ബർഹസിന് മനസ്സിലായില്ല, നമുക്കും മനസ്സിലായില്ല. അതിൻ്റെ ഒന്നുകൂടെ വ്യാഖ്യാനിച്ച് പറഞ്ഞ് കൊടുക്കണം എന്ന് ഇത് പറയുന്നതനുസരിച്ച് ഒന്നുകൂടെ ഇത് പറയുവാണ്. ഇതിനകത്ത് ഒന്നുകൂടെ നമുക്ക് മനസ്സിലാവും. നമുക്കത് വായിക്കാം. പുരഞ്ജന ചരിത്രം. തൽകഥായുദ്ധം നിശമ്യ മുനീന്ദ്രനോടുൾത്താരുണർന്ന നൃപതേ ചൊല്ലിടിനാൻ, ഭദ്രം ഭവാൻ അരുൾ ചെയ്ത വാഗാർത്ഥം ഈ സന്ദേഹ സാധനം എന്നിയേ സാദരം നന്നായി അറിയുമാറെന്നോട് വേർതിരിച്ചൊന്നൊഴിയാതെ മുതിർന്ന അരുൾ ചെയ്യിലേ ബോധിച്ചുകൂടൂ മുഹുരെന്നതു കേട്ടു ബോധിക്കുമാർ അരുൾ ചെയ്തു മുനീശ്വരൻ. അങ്ങനെ ഒന്നും കൂടെ വീണ്ടും എനിക്ക് പറഞ്ഞു തന്നാൽ ആണ് ഈ സന്ദേഹം എന്നതിൻ്റെ സാധനം നന്നായി അറിയുമാർ എന്നോട് വേർതിരിച്ചതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ എനിക്ക് ബോധിച്ചുകൂടൂ, എനിക്ക് മനസ്സിലാവൂ എന്ന് മുഹുരെന്ന് വീണ്ടും എന്നത് കേട്ട് ബോധിക്കുമാർ മനസ്സിലാവത്തക്കോണം മുനീശ്വരൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു. കേട്ടുകൊള്ളുകെങ്കിൽ പുരഞ്ജനനായതു, അതായത് പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന്, കേട്ടുകൊള്ളുകെങ്കിൽ പുരഞ്ജനനായതു പാട്ടമൊഴിഞ്ഞ ജീവാത്മാ പരബ്രഹ്മം. നമ്മുടെ ഉള്ളിലെ ജീവാത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മമാണ്
വാട്ടമൊഴിഞ്ഞ എന്തെങ്കിലും വിഷമുണ്ടോ അത്രമാത്രം ശക്തിയോടുകൂടി ഒരു വാട്ടവും ഇല്ലാത്ത പരബ്രഹ്മമാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പുരഞ്ജനൻ. സാക്ഷിയാകും ശരീരം പുരമായത്. അതിന് സാക്ഷിയാരാ? നമ്മുടെ ദേഹമാകുന്ന പുരമാണ് ശരീരം. അതിന് സാക്ഷിയാകും ശരീരം പുരമായത്. സാക്ഷാൽ അതിനെ ജനിപ്പിക്കൊണ്ട് അവൻ തന്നെ പുരഞ്ജനനെന്നായി ചമഞ്ഞതും അന്യൂന നാമ വിജ്ഞാതനീശ്വരൻ. അന്യൂന നാമ വിജ്ഞാതനൻ ഈശ്വരൻ. നിത്യൻ അപരിച്ഛിന്നൻ പരൻ കേവലൻ. സത്തൽ സ്വതാ മൂലപ്രകൃതി ഗുണങ്ങളെ സദ്യോപിതാനങ്ങ് അനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ. അപ്പോൾ ഇവിടെ ഈ അന്യൂന നാമ വിജ്ഞാതൻ ഈശ്വരനാണ്. ഈ പുരഞ്ജനായി ചമഞ്ഞ ആ നിത്യൻ അപരിച്ഛിന്നനാണ്. അതായത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തവർ. നമുക്ക് ആർക്കെങ്കിലും ഇതിനെ വ്യക്തമായി മനസ്സിലാക്കാനൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ആർക്ക് മനസ്സിലാവും? നമുക്ക് സാധാരണക്കാർക്ക് ആർക്കെങ്കിലും മനസ്സിലാവും ഇങ്ങനെ പുരഞ്ജനൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന്? പരമാത്മാവായ നിഷ്കള വസ്തു ബ്രഹ്മത്തിൻ്റെ അംശമാണ് നമ്മുടെ ഉള്ളിലെ ജീവാത്മാ പരബ്രഹ്മം എന്ന് ആർക്കറിയാൻ പറ്റും? അറിയുന്നവരുണ്ടില്ലെന്നല്ല, പക്ഷേ സാധാരണക്കാർക്ക് ആർക്കും അറിയുന്നില്ല. ഞാനാണെന്നും പറഞ്ഞിരിക്കുക, ഈ ദേഹമാണ് ഞാൻ, ആ ഞാനെയാണ് ഈ ഉള്ളിലിരിക്കുന്നതാണ് സർവ്വപേരും വിചാരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പരബ്രഹ്മമാണ്, ഇതിൻ്റെ ഒരു അംശം, ഈ ഭഗവാൻ പരമാത്മാവിൻ്റെ ഒരു അംശമാണ് ഈ സാക്ഷിയായിരിക്കുന്ന ഈ ശരീരത്തിലിരിക്കുന്നത് എന്ന് ആരും അങ്ങനെ ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും ഒന്നുപോലെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയും. അങ്ങനെ ചിന്തിക്കുന്നവർ, അങ്ങനെ ഉള്ളവർ, മനസ്സിലറിയുന്നവർക്ക് എല്ലാ ജീവജാലങ്ങളെയും എല്ലാവരെയും തുല്യമായി കാണാൻ കഴിയും. എന്നുവെച്ചാൽ നമ്മളിലും അവരിലും എല്ലാം ഇരിക്കുന്ന തത്വമസി എന്നുള്ള ആ ഒരു വേദവാക്യം അത് അറിയുന്നവർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. നിത്യം അപരിച്ഛിന്നൻ പരൻ കേവലൻ തൽസ്വതാ മൂലപ്രകൃതി ഗുണങ്ങളെ സദ്യോപിതാനങ്ങ് അനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ. അപ്പം നമ്മളെല്ലാം ഈ പ്രകൃതി ഗുണങ്ങളെ, ഈ മൂലപ്രകൃതിയായിരിക്കുന്ന പഞ്ചഭൂതമായിരിക്കുന്ന ഈ പ്രകൃതി, ഇത് എന്തൊക്കെയാ ഉള്ളത്? അമ്മയായ ദേവി മൂലപ്രകൃതി ഗുണങ്ങൾ ഇതെല്ലാം ആരാ അനുഭവിപ്പിക്കുന്ന നമ്മളെല്ലാവരും. ദേഹം എടുത്തവരൊക്കെ അനുഭവിക്കാൻ പറ്റൂ. ഇതിനെ അനുഭവിക്കാനാണ് നമുക്ക് ഈശ്വരൻ ശരീരം തന്നത്. ശരീരത്തിന് അകത്ത് ഈ ഇന്ദ്രിയങ്ങളും സർവ്വ ദഹനേന്ദ്രിയ എല്ലാ കാരണങ്ങളും നമ്മുടെ ദേഹത്തിലുണ്ടെങ്കിലേ ഈ പ്രകൃതിയിലെ ഓരോന്നും നമ്മൾ അനുഭവിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ ശരീരം ഇല്ലെങ്കിൽ ശരീരവും അതിനകത്തുള്ള എല്ലാ സാധന സാമഗ്രികളും പരമാത്മാവായ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഹാരം കഴിക്കാൻ വാ വേണം, രുചി അറിഞ്ഞില്ലെങ്കിൽ തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് നാക്കും രസനേന്ദ്രിയങ്ങൾ ഇതൊക്കെ എന്തെല്ലാം ശ്വാസം എടുക്കണമെന്ന് ഈ സർവ്വസാധനം നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയാ ഉള്ളതെന്ന് എന്തെങ്കിലും അതിനുവേണ്ടി ഭഗവാനോട് നന്ദി പറയുന്നുണ്ടോ? ആരെങ്കിലും ചിന്തിക്കുമ്പോൾ അയ്യോ ശരിയാ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇതെല്ലാം അങ്ങ് മറന്നിട്ട് വീണ്ടും നമ്മൾ എന്താ കാണിക്കുക? ഞാനെന്നുള്ള ഭാവം കാണിച്ച് അഹങ്കരിച്ച് നടക്കുന്നു. എന്തെങ്കിലും ഭഗവാനോട് ദിവസേന നന്ദി പറയുന്നുണ്ടോ? അപ്പോൾ തൽസ്വതാ മൂല പ്രകൃതി ഗുണങ്ങളെ സദ്യോപിതാനങ്ങ് അനുഭവിപ്പാൻ ശരീരത്തെ ആരാഞ്ഞു പെരുമാറി നിന്നവൻ. മുഖ്യനാകും ഹിമവൽഗിരി തന്നെ തെക്കേ പുറമ്പുക്ക് മർത്യ ശരീരവും കൈക്കൊണ്ടതിങ്കിൽ പ്രമദോത്തമയെന്നതുൾക്കാമ്പിലോർക്ക തൽബുദ്ധിയാകുന്നതും. അങ്ങനെ അതിൽ നമ്മൾ വായിച്ചപ്പോൾ പ്രമദോത്തമ എന്ന് പറയുന്നത് എന്താ? ബുദ്ധി, നമ്മുടെ ഉള്ളിലെ ബുദ്ധിക്കാണ് ആ പേര് പറയുന്നത്. നിത്യം ശരീര ഇന്ദ്രിയങ്ങളാൽ ജീവനും അത്യാദരേണ ഭുജിക്കും വിഷയങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളാണ് ഈ ജീവന് വേണ്ടുന്നതെല്ലാം ഭുജിച്ചെങ്കിലേ നമുക്ക് ജീവൻ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിന് ജീവനും ആരോഗ്യമൊക്കെ വേണമെങ്കിൽ ഈ പ്രകൃതി മൂലപ്രകൃതി ഗുണങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കണം. അതിനെന്താ നമുക്ക് വേണ്ടത്? ശരീര ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഓരോന്നും ജീവനും ശരീരേ ഇന്ദ്രിയങ്ങളാൽ ജീവനും അത്യാദരേണ ഭുജിക്കും വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് സഖികളാകുന്നത് അങ്ങ് ഇന്ദ്രിയ വൃത്തികളെന്ന് തന്നെ വരും. നമ്മൾ അന്ന് വായിച്ചായിരുന്നല്ലോ, ഒരുപാട് 100 സഖികളുണ്ട്, 100 സഖന്മാരുണ്ട്. ഇതൊക്കെ നമ്മൾ വായിച്ചു. അപ്പോൾ എന്താ അതിനകത്ത് സഖികളെന്ന് പറയുന്നത്? ഇന്ദ്രിയ വൃത്തികളെന്ന്, ഇന്ദ്രിയങ്ങളുടെ വൃത്തികൾ തന്നെയാണ് ആ ഇന്ദ്രിയങ്ങളുടെ കൂട്ടുകാർ സഖികൾ. ഇപ്പോൾ കണ്ണ് ഒരു ഇന്ദ്രിയമാണ്, പക്ഷേ കണ്ണിൻ്റെ കൂട്ടുകാരാരാ? നമ്മൾ കണ്ണും കൊണ്ട് എന്തൊക്കെയാണ് പ്രവൃത്തി ചെയ്യുന്നത്? അവരൊക്കെ തന്നെ ആ വൃത്തികൾ.
കാണുന്നതൊക്കെ തന്നെ ആ വൃത്തികളാണ് ഇതിൻ്റെ കൂട്ടുക. നമ്മൾ എന്തെല്ലാമാണ് ഒരു ദിവസം കണ്ണുകൊണ്ട് ചെയ്യുന്നത്, കാഴ്ച കൊണ്ടായാലും അതെല്ലാമാണ് കണ്ണിൻ്റെ സഖികൾ. അതുപോലെ നാക്കിനായാലും മൂക്കിനായാലും എല്ലാം അതിന് അവരുടെ വൃത്തി വൃത്തി വെച്ചാൽ അവരുടെ തൊഴിലാണ്, അതുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് സഖികളാകുന്നത് അങ്ങ് ഇന്ദ്രിയ വൃത്തികളെന്ന് തന്നെ വരും. ഇന്ദ്രിയ നായകനല്ലോ മനസ്സു താൻ ഇന്ദ്രിയ വൃത്തി പാഞ്ചാലങ്ങളായതും. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ നായകനാരാ? മനസ്സ്. കണ്ണ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സറിയാതെ ചെയ്യാനൊക്കൂ? കാലുകൊണ്ട് നടക്കണോ അല്ല, എന്ത് കർമ്മങ്ങൾ ചെയ്താലും നമ്മുടെ മനസ്സ് എന്തിനും ചെന്നെങ്കിലേ ആ ഒരു വൃത്തി ചെയ്യാൻ പറ്റും. വൃത്തി വെച്ചാൽ അതുകൊണ്ട് ചെയ്യുന്ന, ഇപ്പോൾ ആഹാരം കഴിക്കണം മനസ്സ് ചെല്ലുന്നു, എന്താ കഴിക്കുന്നതെന്ന് ചിന്തിക്കുന്ന അതല്ലേ മനസ്സ്. നമ്മൾ എന്തെടുക്കുന്നു, ഉരുള ചോറ് വായിലിടുമ്പോഴും അത് ഉരുട്ടുന്നു, അതെല്ലാം മനസ്സും കൂടെ ഉണ്ടെങ്കിലേ ഒക്കെ. അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളുടെ നായകനാണ് മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം, അതെല്ലായിടവും ചെല്ലുന്നുണ്ട്. ഇന്ദ്രിയ നായകനല്ലോ മനസ്സു താൻ ഇന്ദ്രിയ വൃത്തി പാഞ്ചാലങ്ങളായതും ശബ്ദാദി പഞ്ചവിഷയങ്ങളായതും തദ്ദേഹ ജീവൻ അനുഭൂതി കേവലം ദ്വാരങ്ങൾ 9 എന്നിങ്ങനെ ചൊന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, നവദ്വാരങ്ങൾ, അതായത് 9 വാതിലുകൾ. ഈ വാതിലുകൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ദ്വാരങ്ങളാണ്. അത് ഇവിടെ സ്ത്രീക്കല്ല, ഇവിടെ പുരുഷനെ പറ്റിയാണ്, എല്ലാം പുരുഷൻ്റെ ആണല്ലോ ഇതിൽ പറയുന്നത്. അപ്പോൾ ദ്വാരങ്ങൾ 9 എന്നിങ്ങനെ ചൊന്നത് നേരെ പരിചോടറിയ തത്തൽവിധം ഖദ്യോദാവർ മുഖികൾ നയനദ്വയം. നമ്മൾ ഖദ്യോദാവർ മുഖികൾ എന്ന് വെച്ചാൽ അത് നയനം കണ്ണ്, ദ്വയം രണ്ട് കണ്ണുകളാണ്. തദ്യുമാനെന്നതുപോൽ ചക്ഷുരിന്ദ്രിയം, അതിൻ്റെ ഇന്ദ്രിയത്തിൻ്റെയാണ് ആ പറഞ്ഞതിൻ്റെ വാക്ക്. തദ്യുമാൻ എന്ന് പറയുന്നത് ചക്ഷുവിൻ്റെ ഇന്ദ്രിയമാണ്. വിഭ്രാജിതമെന്ന രൂപം നളിനിയും അത്ഭുതം നാളിനി നാസിക ദ്വാരങ്ങൾ. അപ്പം നാളിനി എന്ന് പറയുന്നത് നമ്മുടെ നാസിക ദ്വാരങ്ങളാണ്. ഘ്രാണൻ അവധൂതന മുഖ്യ നാസ്രവും അപ്പോലെ സൗരഭനെന്നത് ഗന്ധവും. അപ്പം ഈ ഗന്ധവും ഘ്രാണവും ഒക്കെ എന്തിനുള്ളതാ? മൂക്കിൻ്റെ വൃത്തികളാണ്. ജിഹ്വേന്ദ്രിയ വിപണനോ രസജ്ഞൻ പോൽ. രസം ഇന്ദ്രിയ ജിഹ്വ നാക്കിൻ്റെ തൊഴിലെന്താണ്? രസം. പിന്നെയോ നമ്മൾ എന്തെങ്കിലും വാക്കുകൾ പറയുന്നതായിരിക്കും ഈ വാഗ്. ഇന്ദ്രിയം ആവണോ വ്യവഹാരോത്ര സവ്യാദി നാനാവിധ അന്നം ബഹൂദനം. നമ്മൾ വായിൽ എന്തൊക്കെയാ ജോലികളുള്ളത്? പിന്നെ രസം ഉണ്ടാവുന്ന ഈ നാനാവിധ അന്നങ്ങൾ, ബഹൂദന, ഇതൊക്കെ എന്താ? നാക്കിൻ്റെ പ്രവൃത്തികളല്ലേ അതിലെല്ലാം ചെയ്യുന്നത്. അങ്ങനെയായിരിക്കും, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഞാനും ഇവിടെ അന്നം എന്ന് കിടക്കുന്നത്. സവ്യാദി നാനാവിധ അന്നം. അപ്പോൾ പല കാര്യങ്ങളെല്ലാം നമ്മുടെ വാ കൊണ്ടല്ലേ ഈ വയറ്റിലോട്ട് പോകണമെങ്കിൽ വായില്ലാതെ പറ്റൂ. അപ്പോൾ നാക്ക് കൊണ്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബഹൂദനം. പിന്നെ പിതൃഹു വലത്തെ ചെവി. പിതൃഹു എന്ന് പറയുന്നത് വലത്തെ ചെവി. പുനര് അന്യഭാഗേ ദേവഹു എന്ന് ചൊന്നതും അതിൻ്റെ അങ്ങേപ്പുറത്തെ ചെവി അതായത് ഓപ്പോസിറ്റ് ചെവി ദേവഹു. വലത്തെ ചെവി പിതൃഹു, ഇടത്തെ ചെവി ദേവഹു. തൽസാധനീന പ്രവൃത്തി നിവൃത്തിതൻ ലക്ഷണശാസ്ത്രങ്ങൾ കേട്ടു പിതൃയാന ദേവയാനങ്ങളാകുന്ന മാർഗങ്ങളെ കേവലം പ്രാപിക്കയാൽ നാമമെന്നതായി ശ്രോത്രേന്ദ്രിയം പോൽ ശ്രുതധരനായത്. ശ്രുതം കേൾക്കുക, ശ്രോത്രം ചെവിയുടെ ഇന്ദ്രിയൻ്റെ കേൾവി. ശ്രുതധരനായത് ആസുരി. അപ്പം ഇവിടെ 7 ദ്വാരത്തെ പറ്റിയും പറഞ്ഞ്, ചെവിയും നാക്കും പിന്നെ നാസികയും നയനവും ഒക്കെ പറഞ്ഞ്. അപ്പോൾ അവിടെ 7 ഇനി 2 താഴേക്കുള്ളതാണ്. അപ്പം ആസുരിയാകുന്നതായതോ മേഢ്രവും ദുർമദനെന്ന് ഉപസ്ഥേന്ദ്രിയം ഗ്രാമ്യകം നിർമ്മല സംഹിതം പോൽ വ്യവായവും ചെമ്മേ നിറുതി ഗുദം ലുബ്ധകൻ പായു ഇന്ദ്രിയം വൈസസം എന്ന നരകവും. ഇതൊക്കെ താഴേക്കുള്ള ഗുദവും ഒക്കെയാണ്. കാൽ നിർവാഖ്യൻ കൈ ഉപസ്കരനായതും. കാലും കൈയും ആരാണെന്ന് വെച്ചത്. സാഗം പുരം എന്നതല്ലോ ഹൃദയവും. ഈ പുരം എന്ന് പറഞ്ഞ നമ്മുടെ പുരം, നമ്മുടെ ദേഹം എന്നുള്ള അകത്തെ പുരം, വീട്, അത് ഹൃദയം. മാനസം പോൽ വിഷൂചീനാനാകുന്നതും. വിഷൂചി എന്ന് പറയുന്നത് മനസ്സാണെന്നാണ്. തേര് തൽ സ്വപ്ന ശരീരമാ ചന്ദനം. നമ്മുടെ ദേഹമാകുന്ന ശരീരം എന്താണ്? തേരാണ്, ചന്ദനം. നമ്മുടെ ശരീരത്തെ അങ്ങനെയാണ് വർണ്ണിക്കുന്നത്. രഥം. നമ്മുടെ ദേഹം ഒരു രഥമാണ്.
എന്നിട്ട് പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളും പുനരഞ്ചിത പുണ്യപാപങ്ങൾ തച്ചക്രവും. അപ്പോൾ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ശരീരമാകുന്ന തേരിന് ഇന്ദ്രിയങ്ങൾ എന്താണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കുതിരകളാണ്. ഈ തേരിനെ കൊണ്ട് ഓടിച്ചു പോകണമെങ്കിൽ കുതിര വേണം. ആ കുതിരകളാണ് ഈ തേരിൻ്റെ പഞ്ചേന്ദ്രിയം എന്ന് പറയുന്നത്. പിന്നെ അഞ്ചിത പുണ്യവും പാപവും അതിൻ്റെ ചക്രങ്ങളാണ്. ഈ തേരിൻ്റെ ഈ കാളവണ്ടിക്കൊക്കെ 2 ചക്രം ഉണ്ടല്ലോ, അതുപോലെ കുതിരവണ്ടിക്കും ചക്രം ഉണ്ടല്ലോ. വണ്ടി ഇങ്ങനെ ഉരുട്ടി പോകണ്ടേ. അപ്പോൾ അതിൻ്റെ ചക്രത്തിന് എന്താ? പുണ്യവും പാപവുമാണ്. നമ്മുടെ ശരീരത്തിൽ പുണ്യവും ഉണ്ട്, പാപവും ഉണ്ട്. ആ 2 കാര്യങ്ങളാണ് ഈ ശരീരത്തിലെ ഈ തേരിൻ്റെ ചക്രങ്ങൾ. സത്വ രജസ് തമസല്ലോ കൊടിമരം. ഈ രഥത്തിന് കൊടിമരമുണ്ട്. അതെന്തൊക്കെയാ? സാത്വിക രാജസ താമസമാകുന്ന ത്രിഗുണങ്ങൾ. തൽബന്ധുരങ്ങൾ പ്രാണങ്ങൾ 5ആയതും. പ്രാണ അപാനന്മാരെന്ന് പറഞ്ഞാൽ 5 ഉണ്ട്. എനിക്കതെല്ലാം മനസ്സിൽ അറിഞ്ഞുകൂടാ. ഞാൻ എന്നും ഇന്നാളൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ അതങ്ങ് മറന്നുപോയി. അപാനൻ എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെ എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അക്ഷരങ്ങളൊന്നും വരത്തില്ല ഇനി. അപ്പോൾ 5 പ്രാണങ്ങളുണ്ട്. അതാണ് ബന്ധുരങ്ങൾ പ്രാണങ്ങൾ 5ആയതും. മാനസം വായ്ക്കയർ. അപ്പം മനസ്സാണ് ഈ സാരഥിയുടെ വായ്ക്കയർ. സാരഥി ആരാ? ബുദ്ധി. നമ്മളെ ഇതിനെ പ്രവർത്തിച്ചു കൊണ്ട് നയിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ ബുദ്ധിയാണ്. സത്യത്തിൽ ബുദ്ധിയാണല്ലോ നമ്മളെല്ലാം ചെയ്യിക്കുന്നതെല്ലാം. അപ്പോൾ ആ ഒരു ബുദ്ധി നന്നായി പ്രവർത്തിച്ചാൽ നന്നായി ജീവിക്കാമെന്ന് പറയത്തില്ലേ? നല്ല ബുദ്ധി വേണം എന്ന് പറയത്തില്ലേ? എന്തും നമുക്ക് ചെയ്യാനെടുക്കാനും ബുദ്ധി വേണം. അതെന്താ? സാരഥിയാണ്. നമ്മുടെ ദേഹത്തിലെ നമ്മളെ നയിക്കുന്നത് ഈ ബുദ്ധി തന്നെയാണ്. മന്ദബുദ്ധി എന്ന് ചിലർ പറയും. എന്താ? ഒന്നും അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തതിനെ നമ്മൾ മന്ദബുദ്ധി എന്ന് വിളിക്കും. അതുപോലെ തന്നെ നല്ല ബുദ്ധിയുള്ളവർ നന്നായി എന്തും പഠിക്കാനായാലും എന്തിനായാലും കഴിവ് കാണും. അപ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ സാരഥി എന്ന് പറഞ്ഞാൽ ദേഹത്തിൻ്റെ നയിക്കുന്നത് സാരഥി ആരാ? ഈ രഥത്തിൻ്റെ ദേഹമാകുന്ന രഥത്തിൻ്റെ സാരഥി ബുദ്ധിയാണ്. ശോകമോഹ ദ്വന്ദ്ങ്ങളാം കൂപരങ്ങൾ. അതായത് ശോകമോഹങ്ങളാണ് കൂപരങ്ങൾ. ശോകവും മോഹവും നമുക്കുണ്ട്. അതെന്താ? പിന്നെ ശോകമോഹ ദ്വന്ദ്ങ്ങൾ. ദ്വന്ദ്വം 2, ശോകവും മോഹവും എന്ന 2 കൂപരങ്ങളാണ്. നേരെ ഹൃദയം ഇരിപ്പതിന് സ്ഥാനവും. നമ്മുടെ ഹൃദയം ഇരിപ്പതിന് സ്ഥാനത്ത്. പ്രക്ഷേപമാകും ശബ്ദാദി വിഷയങ്ങൾ. ഏകാദശേന്ദ്രിയമാകും പട ചണ്ട വേഗനാകുന്നത് സംവത്സരം ദൃഢം. ഏകാദശേന്ദ്രിയം എന്ന് വെച്ചാൽ ഏകാദശം 11. ദശം 10, ഏകാദശം 11. 11 ഇന്ദ്രിയമാകുന്നത് ഏകാദശേ ഇന്ദ്രിയമാകും പട ചണ്ടവേഗനാകുന്നത് സംവത്സരം ദൃഢം. ഏകാദശം ഇന്ദ്രിയം എന്ന് വെച്ചാൽ കർമ്മേന്ദ്രിയോ ജ്ഞാനേന്ദ്രിയമുള്ള ഇന്ദ്രിയമാണോ? ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കർമ്മം ആകുന്ന ഇന്ദ്രിയം കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നതും 5 ഇന്ദ്രിയം. കർമ്മേന്ദ്രിയം, അപ്പോൾ ജ്ഞാനേന്ദ്രിയം. ഇങ്ങനെ അത് 10 പിന്നെ 1 ഇനി മനസ്സാണോ ബുദ്ധിയാണോ എല്ലാം കൂടെ ഇത് 11 കണക്കാണ്. ഏകാദശം 11 അർത്ഥം. അപ്പോൾ ഏകാദശേ ഇന്ദ്രിയമാകും പട ചണ്ട വേഗനാകുന്നത് സംവത്സരം ദൃഢം. ഗന്ധർവന്മാരങ്ങ് അഹസ്സുകൾ രാത്രികൾ. അഹസ്സെന്ന് വെച്ചാൽ പകലും രാത്രിയും. ഗന്ധർവന്മാരെന്ന് പറയുന്നത് ഇവിടെ മാലാഖമാരുടെ ഗന്ധർവന്മാരല്ല. ഇവിടെ പറയുന്നത് ഗന്ധർവന്മാർ വെച്ചാൽ അഹസ്സുകളും അത് അഹസ്സുകൾ വെച്ചാൽ പകല് രാത്രി. പകലും രാത്രിയാണ്. നമ്മുടെ ദേഹത്തിനകത്ത് ഗന്ധർവന്മാരുണ്ട്. അത് ഈ പകലും രാത്രിയാണ്. പിന്നെയോ ഗന്ധർവിമാർ കാലകന്യാ ജരാഖ്യയും. അതെനിക്ക് തോന്നുന്നു നമ്മളിലുണ്ടല്ലോ, നമുക്ക് പ്രായം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നരയൊക്കെ വരത്തില്ലയോ? അതായിരിക്കും. ഗന്ധർവിമാർ കാലകന്യാ ജരാഖ്യയും സന്തതം മൃത്യുഭയൻ ആദിവ്യാധികൾ ചിന്തയാ കേൾക്കാ യവനന്മാരായതും. അപ്പോൾ നമുക്ക് ജരാനരയുണ്ടാവും. പിന്നെ എപ്പോഴും മൃത്യുഭയൻ, അതായത് നമ്മൾ മരണഭയം ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ദേഹത്തിനുള്ളതല്ലേ? എപ്പോഴും നമുക്ക് മരണത്തെപ്പറ്റി പ്രായം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഇത് വരും. അതിനൊക്കെ പോംവഴി ഇത് പറയുന്നുണ്ട്. അപ്പോൾ മൃത്യുഭയൻ ആദിവ്യാധികൾ ചിന്തയാ കേൾക്ക യവനന്മാരായതും പ്രജ്വരനെന്നിതെല്ലാം ആ പുരഞ്ജനാത്യുജ്വലിതം ചരിത്രം പവിത്രം പരം. ഇങ്ങനെയുള്ള പ്രജ്വരനെന്നിതെല്ലാം ആ പുരഞ്ജനാത്യുജ്വലിതം ചരിത്രം പവിത്രം പരം. ഇതിൻ്റെയൊക്കെ ഉള്ളതാണ് ഈ പുരഞ്ജനാകുന്ന, അത് ഉജ്ജ്വലിച്ചിരിക്കുന്ന ചരിത്രം പവിത്രമാണ്. തമ്മിൽ പുരഞ്ജനൻ താനും പുരഞ്ജനി തന്നീ മണിയും രമിച്ചു വാഴുന്ന നാൾ. ഇങ്ങനെ നമ്മുടെ ദേഹമാകുന്ന ഈ പുരത്തിൽ പുരഞ്ജനും പുരഞ്ജനിയും തന്നീമണി ആകുന്ന പുരഞ്ജനിയും രമിച്ചു ഇങ്ങനെ വാഴുന്ന നാൾ. അങ്ങനെ പരമാത്മാവിലോട്ട് ചേർന്ന് ലയിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ആനന്ദമായിട്ട് കഴിയുന്ന നാൾ. അന്യോന്യ ഉൾസ്മൃതി ചേർന്നു രമിക്കയാൽ അന്യജന്മേ പകർന്നുദ്ഭവിച്ചിടിനാൾ. ഇങ്ങനെ അന്യോന്യമായിട്ട്
സ്മൃതി ചേർന്ന് ഓർത്തോർത്ത് ഓർമ്മയോടിങ്ങനെ രമിക്കയാൽ അന്യജന്മേ പകർന്നുത്ഭവിച്ചിടിനാർ. അന്യജന്മേ, പിന്നൊരു ജന്മത്തിൽ എന്ത് വരും? നമ്മൾ ഇന്ന് നമ്മളെ മരണസമയത്ത് എങ്ങനെ രമിച്ചാലും രമിച്ചില്ലേലും എന്താണ് നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്തിക്കുക അല്ലെ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ അടുത്ത ജന്മത്തിൽ അത് തന്നെ ഉത്ഭവിക്കും. അന്യജന്മേ പകർന്ന് ഉത്ഭവിച്ചിടിനാർ വന്നതതിങ്കൽ മരിക്കുമ്പോഴത് താൻ. അപ്പോൾ അങ്ങനെ വന്നതെങ്കിൽ മരിക്കുമ്പൊഴുത് താൻ എന്ത് ചിന്തിച്ചതങ്ങതായി വരൂ. നമ്മൾ ആ മരണസമയത്ത് നമ്മൾ മരണവും ഭയവും ഒക്കെ നമുക്കുണ്ട്, ആദ്യം വ്യാധിയൊക്കെ ഉള്ളൊരു സമയം വരും, എപ്പോഴും ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ അങ്ങനെ വരുമ്പോൾ അന്യജന്മേ പകർന്ന് ഉത്ഭവിച്ചിടിനാർ വന്നതതിങ്കൽ മരിക്കുമ്പൊഴുത് താൻ എന്ത് ചിന്തിച്ചതങ്ങതായേ വരൂ. നമ്മുടെ ഉള്ളിൽ മക്കളെ എൻ്റെ മക്കളെന്ത് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വകയോടെ പോയി, ആർക്ക് കൊടുത്തു, ആര് കൊണ്ടുപോയി, ഇങ്ങനെ ഗൃഹവും ഭർത്താവും ഭാര്യ അല്ലെങ്കിൽ മക്കൾ, ഇങ്ങനെയുള്ള ചിന്തകളായിട്ട് ഈ ലോക വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ അല്പം ഒരു തുരുമ്പെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ജനിച്ചു വരുന്നത്, അടുത്ത ജന്മം ജനിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആ സമയം നമ്മുടെ ഈ ഒരു 50-60 എപ്പോഴും മരണമുണ്ട്, ഏത് സമയത്തും ഉണ്ടാവാം. എങ്കിലും നമുക്ക് കുട്ടിനാളിലെ ഈശ്വരാരാധനയും എല്ലാം ഭഗവാൻ അർപ്പിച്ച് തന്നെ സർവകർമ്മങ്ങളും ചെയ്യണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു വന്നാൽ നമ്മളെല്ലാം വിട്ട് കളയണം. എന്നിട്ട് മറ്റു തലമുറയ്ക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് വേണം? ഭഗവാനിൽ തന്നെ എപ്പോഴും ലയിച്ചിരിക്കുകയും വേണം. കാര്യം എന്തെല്ലാം നമുക്ക് മരണം വരെയും കർമ്മങ്ങളും ചെയ്യണം, എന്തെങ്കിലും ഒക്കുന്ന കർമ്മങ്ങളും ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടണം. ഈശ്വരാരാധനയിൽ അങ്ങനെ വരുമ്പോൾ എപ്പോഴും നാരായണ നാരായണ എന്ന് പറയുന്ന ഒരു വാക്ക് മരണസമയത്തും നമ്മൾ വേറൊരു പേരും പറയത്തില്ല, നാരായണ എന്ന് തന്നെ പറയും. എപ്പോഴും ചിന്ത അതാണെങ്കിൽ നമ്മൾ അയ്യോ എൻ്റെ വീടെന്തെന്ന് ചോദിക്കുമോ? എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതെല്ലാം വിട്ടൊഴിഞ്ഞിരിക്കുകയല്ലേ, ഇതിൽ നിന്ന് മുക്തി നേടിയിരിക്കുകയല്ലേ, പിന്നെ നമ്മളതിനാ വീടും കൂടും മക്കളെന്ന് പറഞ്ഞിരിക്കുന്നേ. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? എപ്പോഴും ഭഗവാനുള്ള ചിന്തയെ നമുക്കുണ്ടാവൂ. ആ ചിന്ത അങ്ങനെ അത് പ്രവൃത്തിയിൽ വന്നെങ്കിലേ അത് ആ സമയത്തും വരത്തുള്ളൂ. പെട്ടെന്നുണ്ടാവുന്നൊരു കാര്യമല്ല. പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അതേ നമ്മുടെ ഉള്ളിൽ ആ സമയത്തും വരത്തുള്ളൂ. നമ്മൾ മക്കളെ എന്നുള്ള ചിന്തയാണോ സമയത്ത് അതേ വരത്തുള്ളൂ. ഭഗവാനുള്ള ചിന്ത എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് അതേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വരും? ആ സമയം വരുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലുള്ളത് അതേ നമുക്ക് കിട്ടും. അടുത്ത ജന്മം നമ്മൾ അങ്ങനെ ആയി വരും. ഈ ലോക ചിന്തയാണെങ്കിൽ അങ്ങനെ ജനിക്കേണ്ടി വരും. അങ്ങനെ വേണ്ടതൊക്കെ അങ്ങനെ. അതല്ല പരമാത്മാവിനുള്ള സ്നേഹമാണെങ്കിൽ നല്ല സുഹൃതമായൊരു ജന്മം ജനിച്ച് നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിലോ നല്ലൊരു ഭക്തൻ്റെ മകനോ മകളോ ആയിട്ടോ നല്ലൊരു പുണ്യവതിയോ പുണ്യവാനോ ആയിട്ട് ജനിക്കാം. അതിനും ആഗ്രഹമില്ല, ഈശ്വരങ്കിലേക്ക് തന്നെ പോകാനാണ്, മോക്ഷം കിട്ടണമെന്നുള്ള ആഗ്രഹമാണെങ്കിൽ അങ്ങനെയും പോകാം. എങ്ങനെ വേണമെങ്കിലും നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ്. അങ്ങനെ വന്നതതിങ്കൽ മരിക്കുമ്പോൾ താൻ എന്ത് ചിന്തിച്ചതങ്ങതായേ വരൂ. പിന്നെ എന്നുള്ളതിനാൽ അനിശംഹൃതി നിർണയിക്കണം ഭഗവത് പദാംബുജം തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി വന്നു കൂടിയിടുമെന്നൊന്ന് സിദ്ധാന്തവും. ഒരു സിദ്ധാന്തം എന്താണ്? ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിന്നെ എന്നുള്ളതിനാൽ അനിശം ഹൃദി എപ്പോഴും ഹൃദയത്തിൽ നിർണയിക്കണം. ഭഗവത് പദാംബുജം തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി. അപ്പോൾ ഭഗവാനിലുള്ള ഭക്തി ഉണ്ടെങ്കിൽ ആ വഴി ഗതി വന്നുകൂടും. അപ്പം നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ എന്തൊക്കെ ആയാലും, എത്ര പശുക്കളെ യാഗം കഴിച്ചാലും കൊന്നാലും എന്ത് ചെയ്താലും നമ്മുടെ പശ്ചാത്താപവും ഭഗവത് സ്മരണയും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പാപങ്ങളെല്ലാം പോകുമല്ലോ. നാരായണ നാമം കൊണ്ട് ഏത് പാപവും പോകുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? എന്ത് കർമ്മങ്ങളോ നമ്മൾ ചെയ്തു പോട്ടെ, പക്ഷെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും പരമാത്മാവിൽ തന്നെ ചിന്തിച്ച് സർവ്വകർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യാമെങ്കിൽ ഒരു പാപവും വരത്തില്ല. എപ്പോഴും ഈശ്വരാരാധനയിൽ ഇരിക്കുമ്പോൾ അതാണ് ഇവിടെ സിദ്ധാന്തം പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ എന്നുള്ളതിൽ അനിശം ഇവ എന്തൊന്ന് ചിന്തിച്ചതങ്ങതായി വരൂ. എന്നാലോ പിന്നെ എന്നുള്ളതിനാൽ അനിശം ഹൃദി നിർണയിക്കണം ഭഗവത് പദാംബുജം തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി വന്നുകൂടിടും എന്നൊന്ന് സിദ്ധാന്തവും അങ്ങനെയും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയതെല്ലാം ഭഗവാനോട് പറഞ്ഞപേക്ഷിച്ച് ഭഗവാനെ നിരന്തരമായി പ്രാർത്ഥിക്കാമെങ്കിൽ, അങ്ങനെ നല്ലൊരു ഭക്തി ഉണ്ടായാൽ അതിങ്കൽ ഗതി വന്നുകൂടിടും എന്നൊന്ന് സിദ്ധാന്തം അങ്ങനെ പറയുന്നു. നന്നായ അതിന് കർമാധീനമെന്നിയേ തന്നിൽ ഊന്നിയിടുകയില്ല. അത് നിർണയം അങ്ങനെ വന്നാൽ നന്നായി അതിന് കർമ്മ അധീനമെന്ന്, നമ്മുടെ ഒരു കർമ്മത്തിനും നമ്മൾ അധീനപ്പെട്ടു പോകത്തില്ല, നമ്മൾ അതിന് അടിമപ്പെടത്തില്ല. കർമ്മങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഉള്ളിൽ പരമാത്മാവെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളെങ്കിൽ ഈ കർമ്മങ്ങൾക്കൊന്നും നമ്മൾ വഴിപ്പെടത്തില്ല, അധീനം ആവത്തില്ല. അതിനെല്ലാം തന്നിൽ ഊന്നിയിടുകയില്ല. ഒരു കർമ്മവും നമ്മൾ വന്ന്
തൊടത്തില്ല, ഊന്നിയിടുകയില്ല. അത് നിർണയമാണ്. എന്താ കാരണം? ഭഗവത് പദാംബുജം എപ്പോഴും പ്രാർത്ഥിച്ചിരിക്കണം. ഭഗവത് പദാംബുജം തന്നിലെ ഭക്തി എന്നാൽ അതിങ്കൽ ഗതി വന്നുകൂടിടും എന്നൊന്ന് സിദ്ധാന്തം ഉള്ളതുകൊണ്ട് നന്നായി അതിന് കർമാധീനം എന്നിയേ തന്നിൽ ഊന്നിയിടുകയില്ല. അത് നിർണയം. എന്നതിനാലും ഭഗവത് പദസ്മൃതി തന്നെ മനസ്സാഭിശീലിക്ക വേണ്ടതും. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഭഗവത് പദസ്മൃതി എപ്പോഴും ഭഗവാൻ. ഇപ്പം നാക്കെടുക്കാൻ വയ്യാതെ നമ്മൾ കിടക്കുവാന്ന് കുട്ടിക്കോ വയ്യാതെ വല്ല രോഗമായിട്ടോ, എന്നാലും നമ്മുടെ മനസ്സ് ഓർമ്മയുള്ളിടത്തോളം കാലം നമ്മുടെ മനസ്സ് സ്മൃതി ഭഗവാനുള്ള ഒരു ചിന്ത, ഒരു സ്മൃതി മാത്രം മതി. അതുകൊണ്ട് തന്നെ എന്നതിനാലും ഭഗവത് പദസ്മൃതി തന്നെ മനസ്സാഭിശീലിക്ക വേണ്ടതും. പുണ്യപാപങ്ങൾ ഒഴിഞ്ഞ് അഖിലേശ്വരൻ തന്നെ അനുകൂലമുണ്ടായി വരുവോളവും കാലമെന്നേവം ഭവാബ്ധി തരണൈക മൂല ഭക്തി പ്രവിസ്താര ഭേദങ്ങളെ മോദാൽ അരുൾ ചെയ്തു തത്വാർത്ഥബോധവും മേദിനീശനു നന്നായി ഉറപ്പിച്ചുടൻ. മേദിനീശനാരാ? ഇതിൻ്റെ പേരെന്തുവാ? പ്രചേതാക്കളുടെ പിതാവിൻ്റെ പേരെന്തുവാ? ആ പേരങ്ങ് ഉള്ളിൽ നിന്ന് പോയി. ബർഹസ്. ഈ ബർഹസാണ് മേദിനീശൻ രാജാവ്. ഇതെല്ലാം അദ്ദേഹത്തിന് നന്നായി ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടാണല്ലോ നാരദ മഹാമുനി ചോദിച്ചത്. അങ്ങനെയല്ലയോ പുരഞ്ജന ഉപാഖ്യാനം പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അത് മനസ്സിലാവത്തോണ്ടാണ് ഇതൊന്നുകൂടെ വിവരിച്ചത്. ഇങ്ങനെയൊക്കെയാണ് ദേഹമാകുന്ന ശരീരം, ഈ പുരഞ്ജനൻ, ഇതൊക്കെ പരബ്രഹ്മമാണ്, നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട്, ഇന്ദ്രിയങ്ങൾ ഒക്കെ ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ഈ എന്ത് കർമ്മങ്ങളായാലും എപ്പോഴും ഭഗവത് സ്മരണയിൽ എപ്പോഴും ചിന്ത എപ്പോഴും ഭഗവാനുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മളെ ഒരു കർമ്മത്തിനും നമുക്ക് അടിപ്പെടേണ്ടി വരത്തില്ല. കർമ്മം നമ്മളെ ഒന്നും ചെയ്യത്തില്ല. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്താൽ മതി. നമ്മളായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല. എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ അവിടെ ഒരു പുണ്യവും പാപവും നമുക്ക് ഏൽക്കുന്നില്ല. ഭഗവാനാണെല്ലാം ചെയ്യുന്നുള്ള ഒരു മനസ്സാണല്ലോ. എപ്പോഴും ഈശ്വരാരാധന ഇരുന്നാൽ നമ്മളെ ഒന്നും ഊന്നുകയില്ല. ഒരു കർമ്മവും വന്ന് നമ്മൾ ഊന്നിപ്പെടത്തില്ല. അതുകൊണ്ട് പുണ്യപാപങ്ങൾ ഒഴിഞ്ഞ് അഖിലേശ്വരൻ തന്നെ അനുകൂലമുണ്ടായി വരുവോളവും ഭഗവാന്റെ അനുകൂലം ഉണ്ടാവുന്നതോളം കാലം എന്നേവം ഭവാബ്ധി തരണൈക മൂലഭക്തി പ്രവിസ്താര ഭേദങ്ങളെ മോദാൽ അരുൾ ചെയ്ത് തത്വാർത്ഥബോധവും മേദിനീശന് നന്നായി ഉറപ്പിച്ചു. നാരദ മഹാമുനി നന്നായി ഉറപ്പിച്ചു കൊടുത്തു. നമ്മൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി നന്നായി ഉറപ്പിച്ചു കൊള്ളുക. എന്താ ഉറപ്പിക്കേണ്ടത്? എപ്പോഴും ഭഗവത് സ്മരണ. ഏത് സമയത്തും കർമ്മങ്ങൾ നമ്മൾ കർമ്മം മരണം വരെയും ചെയ്തേക്കും. ആഹാരം വയറ്റിന് വേണ്ടിടത്തോളം കാലം നമ്മൾ ചെയ്യാനൊക്കുന്ന സമയം വരെ നമ്മൾ ഒക്കുന്നത്. അത് ഫലേച്ഛ കൂടാതെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈശ്വരസ്മരണ മാറാതിരിക്കും. ആ മരണസമയത്ത് നമ്മൾ ഭഗവാനുള്ള ചിന്ത മാത്രം മതി. ഒരു കുന്തവും ഒരു പാപവും അടുക്കത്തില്ല. ഒരു കർമ്മത്തിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൽ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.